ദിൽഷാദാണ് നാട്ടിലെത്തിയിട്ടുണ്ട്. ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയാനൊന്നും പറ്റാത്തത്. സുഹൃത്തുക്കളെ, ദിൽഷാദിനെ കുറിച്ചിട്ട് 1-2 വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നോക്കൂ, ഇദ്ദേഹം നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, ചികിത്സയിലാണ്. ആ ഒരു ആക്സിഡന്റ് പറ്റിയതിൻ്റെ ഭാഗമായിട്ട് താടിയെല്ലിനും ഒക്കെ ചെറിയൊരു പരിക്കുണ്ട്. അതുകൊണ്ട് സംസാരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അത്ഭുതപ്പെടുത്തുന്ന കാരണമാണ്. ഒന്ന് കേട്ടോ. ായാലും സ്നേഹിക്കണോലായാലും പല സുഹൃത്തുക്കളും എല്ലാവരും വന്നിട്ട് പല പല വിഷയങ്ങളാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ട്രീറ്റ്മെന്റ് ഒന്ന് കഴിഞ്ഞ് വന്നിട്ട് ഞാനായിട്ട് എനിക്ക് പറയാനുള്ളൊരു സമയമെങ്കിലും തരണം. അതിന്റെ മുന്നേ ഉള്ള ജഡ്ജ്മെന്റുകൾക്ക് തൽക്കാലം ചെവി കൊടുക്കാതിരിക്കുക. യെസ്, പലവിധ ജഡ്ജ്മെന്റുകളാണ്. ഒരുപക്ഷെ ആ ജഡ്ജ്മെന്റ് കാരണങ്ങളിൽ ഒന്ന് ദിൽഷാദ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ അല്പമൊക്കെ പറയേണ്ടി വരും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ ഒരു യാത്രയുടെ ഇടയ്ക്ക് ഇദ്ദേഹം പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റായിരുന്നു. ആ പോസ്റ്റിൽ അദ്ദേഹം ഇങ്ങനൊരു സംഗതി എഴുതി വെച്ചിട്ടുണ്ട്, ക്യൂട്ട് അല്ലേ? എവിടെ കണ്ടില്ലേ? ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കി അല്ലേ? അത് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇതാണ് ആളുകളെ മുഴുവൻ കൺഫ്യൂഷൻ ആക്കി. ക്യൂട്ട്, ഞാൻ വിട വാങ്ങുന്നു എന്നല്ലേ? ആ ഒരു വാക്ക് ആളുകളെ കൺഫ്യൂഷൻ ഉണ്ടാക്കി. ആ വിട വാങ്ങുന്നു എന്നൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇദ്ദേഹത്തെ കാണാനില്ല. സ്വാഭാവികമായിട്ട് നാട്ടുകാർ മുഴുവൻ പല രീതിയിലൊക്കെ, ചില ആൾക്കാർ ആത്മഹത്യ, ആക്രമണം, അങ്ങനെ അയ്യോ എന്തൊക്കെയാണ് ആൾക്കാർ എഴുതി പിടിപ്പിച്ചെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇങ്ങനൊന്നും ചിന്തിക്കല്ല എൻ്റെ പൊന്നുമക്കളെ, ഇങ്ങനൊന്നും ചിന്തിച്ച് വെറുതെ പാവ മനുഷ്യൻ ഇങ്ങനെ ഒരു വിധമാക്കല്ലേ. എന്തായാലും ഇദ്ദേഹം പറയുന്നതൊക്കെ നാട്ടിലെത്തിയിട്ടുണ്ട് ട്രീറ്റ്മെന്റ്. അതുകൊണ്ട് ഈ മോണകളിലാണ് പ്രശ്നം. അതുകൊണ്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാം. അതുവരെ സോഷ്യൽ മീഡിയയിൽ ജഡ്ജ്മെന്റുകൾ നടക്കാതിരിക്കട്ടെ. ഇതിന്റെ പേരിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സ്നേഹിക്കുന്നവരും കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ. അതുകൊണ്ട് പറയാണ്, ദയവെച്ചിട്ട് ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തീർച്ചയായിട്ടും പക്ഷേ ദിൽഷാദ് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ നടക്കുന്ന ചർച്ചകളിലൊന്ന്, എന്തിനാണ് താങ്കൾ ക്യൂട്ട് എന്നുള്ള ആ ഒരു സംഗതി എഴുതിയിട്ടത്? എന്തിനാണ് ഞാൻ ക്യൂട്ട് എന്ന് എഴുതിയിട്ടത്? സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട വാങ്ങുന്നു എന്നാണോ? ഇനി വേറെന്തെങ്കിലും ആണോ? രണ്ടാമത്തെ സംശയം, എങ്ങനെയാണ് ആക്സിഡന്റ് പറ്റിയത്? ഭയങ്കര കൺഫ്യൂഷൻസാണ് ആളുകളൊക്കെ പറയുന്നത്, ഭയങ്കര കൺഫ്യൂഷൻസാണ്. എങ്ങനെയാണ് ആക്സിഡന്റ് പറ്റിയത്? ഇത്രയധികം യാത്ര ചെയ്ത് താങ്കൾക്ക് എങ്ങനെ ആക്സിഡന്റ് പറ്റും? പിന്നെ ഇത് ആക്സിഡന്റ് ആണോ അതങ്ങനെ ആക്കിയതാണോ? അടുത്തത്, വല്ലവരും അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ? ഇനി അതുമല്ല, നിങ്ങൾ അത്രയ്ക്ക് ദുർഗം പിടിച്ച സ്ഥലത്തൂടെ എന്തിനു പോയി? അതാണ് ആൾക്കാരുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. പിന്നെ യാത്രയ്ക്ക് പിന്നെ അങ്ങനെയല്ല, പിന്നെ എങ്ങനെ പോകേണ്ടത്? ഞാൻ കുറേയൊക്കെ പറഞ്ഞു നോക്കിയതാ. എന്തായാലും ഇദ്ദേഹത്തിൽ നിന്ന് അത്ര ഉത്തരങ്ങളൊക്കെ കിട്ടേണ്ടത്. താങ്കളെ രക്ഷപ്പെടുത്തിയത് ആര്? എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി? ഇങ്ങനെ അവിടേക്ക് എത്തിയിട്ടും എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് താങ്കളുടെ ഫോണിൽ നിന്ന് ഒരു കോൾ വരാതിരുന്നത്? അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് താങ്കളെ ഒന്നും ഒട്ടും സഹായിച്ചിട്ടില്ലേ? ഇങ്ങനെ 100,000 കൺഫ്യൂഷൻസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദിൽഷാദ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായത്. പക്ഷെ ഒരു കാര്യത്തിൽ ദിൽഷാദിന് അഭിമാനിക്കാം, നെഗറ്റീവുകളൊക്കെ വളരെ കുറവാണ് താങ്കളെ പറ്റിയിട്ട്. താങ്കളെ രക്ഷപ്പെടുത്തണം, താങ്കൾ എവിടെയാണെന്ന് അറിയണമെന്ന് പറയാൻ വേണ്ടിയിട്ട് എത്ര മലയാളികളാണ് ഹിന്ദി സംസാരിച്ച്, എത്ര മലയാളികളാണ് ഇംഗ്ലീഷ് സംസാരിച്ച്? അറിയാത്തവർ പോലും, ഹിന്ദി അറിയാത്തവരും ഇംഗ്ലീഷ് അറിയാത്തവരും ചാറ്റ് GPT-യോടും മറ്റേ GPT-യോടും ഒക്കെ ചോദിച്ചിട്ട് അത് നോക്കി വായിക്കുന്ന എത്ര വീഡിയോസുകളായിരുന്നു. ദാറ്റ് മീൻസ് ഈ കേരളം നിങ്ങൾ അത്ര കണ്ട് സ്നേഹിക്കുന്നു എന്നല്ലേ? അഭിമാനിക്കണ്ടേ അല്ലേ? ഒരാളൊന്ന് മിസ്സായപ്പോൾ അയാളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്തോരം പേരാണ് അങ്ങനെ വീഡിയോസുകൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലും മറ്റും. ഹിന്ദിക്കാരറിയാൻ വേണ്ടിയിട്ട് ഹിന്ദിയിലായിരുന്നു. അപ്പോൾ എന്തൊരു സ്നേഹമാണ് ഈ നാട്ടുകാർക്ക് നിങ്ങളെന്ന് പറയുന്ന മനുഷ്യനോട് ഉള്ളതെന്ന് ആലോചിച്ച് നോക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ മലപ്പുറത്തുകാരനാണെന്നൊക്കെ അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം, ഭയങ്കര അഭിമാനമൊക്കെ ഫീൽ ചെയ്തു. വാവ്, കൊള്ളാം, പൊളി ചെക്കൻ. കാരണം
ഈ ഒരു മനുഷ്യൻ, എനിക്ക് ഇത് തോന്നിപ്പോയതേ ചാർലി എന്ന് പറയുന്ന സിനിമയിലെ ചാർലി ഒരു ഫേക്ക് മരണക്കാർഡ് ഉണ്ടാക്കുന്നുണ്ട്. ചാർലി മരിച്ചുപോയി എന്നിട്ട് പത്രത്തിലാണ് പരസ്യം കൊടുക്കും. ഇത് കേട്ടറിഞ്ഞിട്ട് പല ദേശത്തു നിന്നും പല ആളുകളും വരികയാണ്. കണ്ണ് കാണാത്ത ആള്, 19 വയസ്സുള്ള ഒരാൾ കൊച്ചുമോളെയും കൊണ്ട് കാണാൻ വന്നിരിക്കുന്നു. അതിൽ ചാർലി പറയുന്ന ഡയലോഗുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞതൊന്നും കാണാൻ പറ്റില്ല, അപ്പോൾ ഞാൻ മരിക്കുകയാണെങ്കിൽ ആരൊക്കെ കാണാൻ വരും എന്നതിനൊക്കെ അപ്പുറത്ത് ഏതൊക്കെ റയർ പീപ്പിൾ തന്നെ കാണാൻ വരും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്തേ. പത്രത്തിൽ ചുമ്മാ പരസ്യം കൊടുത്തതെന്ന് ചാർലിയിൽ രസകരമായ ഒരു ഡയലോഗുണ്ട്. നമ്മുടെ ദുൽഖറിൻ്റെ സിനിമ കേട്ടോ, രസകരമായിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇദ്ദേഹം ഒന്ന് മിസ്സായപ്പോൾ ഇദ്ദേഹം ജീവനോടെ ഉണ്ടാവണമെന്നും ഒരു കാരണവശാലും മിസ്സാവരുതെന്നും ആഗ്രഹിച്ചിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ അടക്കം എത്ര പേരാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഇന്നലെ മുഴുവൻ അൽഹംദുലില്ലാ എന്നുള്ള ഒരു വാക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് ഒരു വിധമായി. അത്രയ്ക്കധികം ആളുകളാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇദ്ദേഹം 100% കിട്ടുമെന്ന് തന്നെയായിരുന്നു എൻ്റെ സങ്കല്പം. ഒരു രാത്രി സ്വപ്നം കാണുകയും ചെയ്തു. ഇനിയിപ്പോൾ അതിനെ തുറന്ന് പറയാലോ, എനിക്ക് അങ്ങനെ ഈ മനുഷ്യൻ എനിക്ക് അറിയില്ല ഞാൻ, പക്ഷേ ഈ ചെങ്ങാതിൻ്റെ വീഡിയോ മുഴുവൻ കണ്ട ഒരാളാണ് ഞാൻ. എല്ലാതിരുന്ന് കണ്ടു. ഒരു ദിവസം എനിക്ക് വേറൊരു പണികളിൽ ഫുള്ളിരുന്ന് കണ്ടു. അപ്പോൾ ആ രാത്രി അടക്കം അങ്ങനെ ഇരുന്ന് കണ്ടു ഉറങ്ങിപ്പോയോണ്ടായിരിക്കാം ഈ മനുഷ്യന് എവിടേക്കോ ഉള്ളത് പോലൊക്കെ എനിക്ക് നല്ല ഫീലിങ്, അങ്ങനെ എന്തൊക്കെയോ ഡ്രീം കണ്ടു. ഭയങ്കര അസ്വസ്ഥമായിരുന്നു മനസ്സ് കേട്ടോ. അപ്പം അതൊക്കെ പറഞ്ഞപ്പോഴായിരിക്കും കുറേ ആളുകളും, ഒരാൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ എഴുതി, താങ്കളുടെ നാവ് പൊന്നാവട്ടെ, എൻ്റെ പൊന്നോ സ്വർണ്ണം എന്തോ ആവട്ടെ, പക്ഷേ എൻ്റെ നാവ് പറഞ്ഞത് അദ്ദേഹം രക്ഷപ്പെടും, അല്ലാതെ എങ്ങോട്ട് പോവാൻ എന്നുള്ളായിരുന്നു. അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് എത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കമൻ്റ് അടിച്ചത് ആരായാലും ഒന്നുകൂടി കമൻ്റ് അടിക്കണേ, ഇത് ഞാനാണെന്ന് പറഞ്ഞാൽ കമൻ്റ് അടിച്ചാലും മതി. എനിക്ക് ആ കമൻ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മൾ ആഗ്രഹിച്ചൊക്കെ നടന്നില്ലേ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. എന്തായാലും ദിൽഷാദ് പരിപൂർണ ആരോഗ്യവാനായിട്ട് 100% ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഓക്കെ ആയിട്ട് അദ്ദേഹം വരും. ഒരു തട്ടുമ്പിടൊക്കെ സംഭവിച്ചല്ലേ, വണ്ടിക്കൊക്കെ ഇടയ്ക്കൊരു സ്റ്റംബിൾ ബ്ലോക്ക് ഉണ്ടാകുന്ന പോലെ, പിന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇറങ്ങൂലേ അല്ലേ, പഴയ യമഹ ഇറക്കണ മാതിരി അതേപോലെ സെറ്റാക്കിയിട്ട് ഇറങ്ങും. എന്നിട്ട് എന്താണ് നമ്മൾ ഈ പറഞ്ഞ കൺഫ്യൂഷൻസിന് മുഴുവനുള്ള ഉത്തരം ഇദ്ദേഹത്തിന് നൽകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അദ്ദേഹം ഭയങ്കര രസകരമായിട്ട് കൂടി നൽകുമെന്നുള്ളതാണ്. എന്തായാലും ഇതിന് ശേഷം പരിപൂർണ ആരോഗ്യം തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും യാത്രകൾ പോകണം. ഇതൊരു ചെറിയൊരു എന്നത്ര വലിയ കാര്യമാക്കണ്ട, വീണ്ടും യാത്ര പോകാൻ എനിക്കൊന്നും കഴിയാത്ത കാര്യങ്ങളാണ്. താങ്കളെപ്പോൾ ആളുകൾ അത് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമാണ്. നമുക്ക് ഈ സിനിമയിലൊക്കെ കാണാൻ പോലെ, ചില സിനിമയിലൊക്കെ ഉണ്ടാവില്ലേ വില്ലന്മാരൊക്കെ അടിച്ച് പൊട്ടിക്കുന്ന കാണുമ്പോൾ ആ നായകൻ, അപ്പം നമ്മളൊക്കെ പറ്റൂല ജന്മത്തിൽ, അപ്പം നമ്മൾ നായകൻ്റെ ഒപ്പം ചേരും. ആ സിനിമയിൽ നമ്മളറിയാതെ നമ്മൾ നായകനാവും. അപ്പോൾ 4 പേടൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ പടയ്ക്കുമ്പോൾ അത് നമ്മൾ പടയ്ക്കുന്നവരൊക്കെ നമുക്കത് തോന്നും. അതേപോലെ താങ്കൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ യാത്ര ചെയ്ത പോലെ, ഞാൻ യാത്ര ചെയ്യുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. അതേപോലെ തോന്നുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട്. ഞാൻ യാത്ര ചെയ്യുന്ന പോലെയാണ് ആ ചെയ്യുന്നത്, ഇങ്ങനെ വേണം എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് യാത്രകൾ തുടരുക. എല്ലാവിധ ആശംസകളും. ഗെറ്റ് വെൽ സൂൺ. ബൈ.